ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഡിസംബർ മാസത്തെ എക്സാം കലണ്ടർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ സർപ്രൈസിങ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. സിവിലിന്റെ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ. അതേപോലെ മെക്കാനിക്കൽ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ഷൻ ടൂൾ ആൻഡ് ഡൈയിങ് വരെ ഉണ്ട്. ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്, ഇലക്ട്രോണിക്സ് ആർക്ക് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, വൺ ബൈ വൺ ആയിട്ട്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യമുള്ള എക്സാം എന്ന് വെച്ചാൽ 31/2024 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ ആണ്. കേരള വാട്ടർ അതോറിറ്റിയിലെ വിളിച്ചതാണ്. എക്സാം വരുന്നത് ഡിസംബർ മാസം 3-ാം തീയതിയാണ്. 9,238 പേര് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഐ മീൻ അപ്ലൈ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് 9,238 പേർക്ക് അവിടെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോ ഇന്ന് തൊട്ട് ഒക്ടോബർ 11 വരെ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് അടുത്തൊരു എക്സാം എന്ന് പറഞ്ഞാല് ഡ്രാഫ്റ്റ്സ്മാൻ തന്നെയാണ്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന് 5,171 പേര് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 8-നാണ് അവിടെ എക്സാം. പിന്നെ നമ്മളുടെ ടെക്നിക്കൽ സൂപ്രണ്ട് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് അവിടെ 1,629 പേര് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എക്സാം വരുന്ന ഡിസംബർ 9-നാണ്. പിന്നെ നിങ്ങൾ കുറേ കാലമായിട്ട് നോക്കിയിരുന്ന ഒരു എക്സാം ആണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് അല്ലെ, PWD-യിലേക്ക് വിളിച്ചേക്കുന്നത്. അപ്പൊ അവിടെ ഡിസംബർ 10-ാം തീയതിയാണ് എക്സാം വന്നിട്ടുള്ളത്. 13,465 പേര് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സിലബസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സിലബസ് ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. ഏറ്റവും ഏതൊക്കെ എക്സാമിനായിരുന്നു നമുക്ക് നോക്കിയിട്ട് പോവാം. പിന്നെയുള്ളത് എന്താ, 97/2025, അതുപോലെ 180/2025 AE സിവിൽ, PWD, അതേപോലെ ഹൗസിംഗ് ബോർഡ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹൗസിംഗ് ബോർഡിൽ അവിടെ ഓൾറെഡി റാങ്ക് ലിസ്റ്റ് അവിടെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തായാലും സിവിൽ എക്സാം നടത്തണം. അതുകൊണ്ടാണ് അവിടെ PWD കൂടി കയറി വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സാം വന്നിരിക്കുന്നത് ഡിസംബർ 11-നാണ് എക്സാം. അപ്പോൾ ഹൗസിംഗ് ബോർഡിലേക്ക് ഏകം 15,162 പേരും PWD-യിലേക്ക് എത്ര 21,177 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് വളരെ കുറവുണ്ട്. കാരണം വെച്ചാൽ സ്വതവേ ഒരു AE-യുടെ എക്സാം എന്ന് പറയുമ്പോൾ 30,000-ന്റെ അടുത്തൊക്കെ അപ്ലിക്കേഷൻസ് വരാറുണ്ട്. 25, 30 വരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നല്ല രീതിയിൽ ഞാൻ അവിടെ കുറഞ്ഞിട്ടുണ്ട്. എക്സാം ഡേറ്റ് വന്നുള്ളത് ഡിസംബർ മാസം 11-ാം തീയതിയാണ് അവിടെ എക്സാം വന്നിട്ടുള്ളത്. ഇനിയിപ്പം മെക്കാനിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിരിക്കുന്ന എക്സാം ഡിസംബർ മാസം 15-ാം തീയതിയാണ്. അതിനാകെ 9,016 പേര് മാത്രമേ ഇന്ത്യയിൽ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. 9,016 പേര് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ 95/2025 ഈ വർഷം വിളിച്ച ലക്ഷൻ ടൂൾ ആൻഡ് ഡൈ പോളിടെക്നിക്കിലേക്ക് എക്സാം ഡേറ്റ് ഡിസംബർ 17-നാണ് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, 2025 വിളിച്ച പല നോട്ടിഫിക്കേഷൻസിന്റെ എക്സാം ഡേറ്റ് ഇപ്പൊ വന്നില്ല. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വന്നു, PWD വന്നു, അതേപോലെ മിൽമ ടെക്നീഷ്യൻ വന്നു, അതേപോലെ നോൺ ടെക്നിക്കൽ ആണെങ്കിൽ HSST വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ PSC അവിടെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒക്കെ ഭയങ്കര സ്പീഡായിട്ട് മാറി വരുവാണല്ലേ. അപ്പൊ ലക്ഷൻ ടൂൾ ആൻഡ് ഡൈയിലേക്ക് ഏകദേശം 2,165 പേര് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതൊക്കെയാണ്. ഇത്രയാണ് ടെക്നിക്കലിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ള എക്സാംസ്. ഓക്കെ, ഓഫീസ് അറ്റൻഡന്റ്, ജൂനിയർ ടൈം കീപ്പർ, സയന്റിഫിക് ഓഫീസർ, കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്താ സിലബസ് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ, നമുക്ക് സിലബസും കൂടി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് അനാലിസിലേക്ക് പോവാം. നമ്മൾ ജസ്റ്റ് ഒന്ന് സിലബസിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ലക്ഷൻ ടൂൾ ആൻഡ് ഡൈയിങ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം സിലബസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, മാത്സ് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ബേസിക്സ് 15 മാർക്കിന്. ഓക്കെ, പിന്നെ മെക്കാനിക്സ് 15 മാർക്ക്. FM-ഉം അതേപോലെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, മെക്കാനിക്സിന്റെ സ്പെല്ലിംഗ് ഒക്കെ അവിടെ കേൾക്കുന്ന അങ്ങോട്ട് മാർക്ക് പോയിട്ടുണ്ട്. ഓക്കെ, മെഷീൻ ടൂൾസ് 10 മാർക്ക്. പിന്നെ മെഷീൻ കട്ടിംഗ്, മാനുഫാക്ചറിംഗ്, പ്ലാനിംഗ് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ് 15 മാർക്ക്. പ്രൊഡക്ഷൻ ടൂളിംഗ് 20 മാർക്ക്. മാനുഫാക്ചറിംഗ്, ഓട്ടോമേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ 15 മാർക്ക്. ആ ഒരു രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ മെക്കാനിക്കൽ അപ്ലൈ വേണ്ടി വരുന്ന പോസ്റ്റ് ആയിട്ടും കൂടി ആകെ 2,165 പേര് മാത്രമേ ഇന്ത്യയിൽ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പം നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള AE-യുടെ ആണെന്നുണ്ടെങ്കിലോ, കണ്ടില്ല, ഇതാണ് വരുന്നത്. ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 8 മാർക്കിന് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസ് അവിടെ 8 മാർക്കിന് അവിടെ വന്നിട്ടുണ്ട്. ഫുഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക് ഹൈഡ്രോളിക് മെഷീൻസ് അവിടെ 8 മാർക്ക്. അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 8 മാർക്ക്. പിന്നെ തെർമൽ എഞ്ചിനീയറിംഗ് അവിടെ 8 മാർക്കിന് അവിടെ വന്നിട്ടുണ്ട്. അതിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിന്റെ മൊത്തം അവിടെ വന്നിട്ടുണ്ടല്ലേ. പിന്നെ അവിടെ മൈനിങ് എഞ്ചിനീയറിംഗ് അവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് അവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മളവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അവിടെ പറഞ്ഞു. ഇപ്പം സിവിലിന്റെ കേസ് ആണെങ്കിൽ അവിടെ
സിവിലിന്റെ കേസിൽ നമ്മുടെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സിലബസ് തന്നെ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എയുടെ സെയിം സിലബസ് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മെക്കാനിക്കൽ സോഴ്സസ്, സ്ട്രക്ചർ അനാലിസിസ്, എഫ് എം ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, സർവേ ലെവലിംഗ് 10 മാർക്ക്, ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം കൺസ്ട്രക്ഷൻ എല്ലാം കൂടി 20 മാർക്ക്, എൻവയോൺമെന്റിൽ 10, ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് 20 മാർക്ക്, ജിയോ ടെക്നിക്കൽ 10 മാർക്ക്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് അർബൻ പ്ലാനിംഗ് അവിടെ 10 മാർക്ക്. ഓക്കെ, ഇനിയിപ്പോ നമ്മളുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് നമ്മളുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് നോക്കുകയാണ് 13,465 ഒരാൾ അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സിലേക്ക് 25 മാർക്കിന് അവിടെ ചോദിച്ചിട്ടുണ്ട്. ഡയോഡ്സ്, റെക്ടിഫയേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ഇതിന്റെ നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം ഇത്ര ദിവസത്തെ എന്നുള്ള രീതിയിൽ. ആഫ്റ്റർ ഇലക്ട്രോണിക്സ്, ഓപ്പ് ആംപ്, ബി എ കൺവേർട്ടർ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 25 മാർക്കിന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവിടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ 25 മാർക്ക്, പിന്നെ അവിടെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ 25 മാർക്ക്. ഈ ഒരു രീതിയിലാണ് എന്ത് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. ടോട്ടൽ 100 മാർക്കിന് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് സിലബസ് വീഡിയോ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.